വെൽക്കം ബാക്ക് ടു ദി എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണിത മിസ് ആണെടാ. അപ്പൊ നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ അല്ലെ, ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു 100% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ കമന്റ് സെക്ഷനിൽ അതിന്റെ ആ ഒരു ചാനലിന്റെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കാണാം. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ ഇതിന്റെ നോട്ട്സ് ഒക്കെ അടിപൊളി നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ആ ഒരു അവസരം ഒരിക്കലും മിസ്സാക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് നോക്കാം. ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ബൈ സെൽമ ലെഗുലോഫ്. അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി ആണ് അനൗൺസ്മെന്റ് അല്ലെ. അനൗൺസ്മെന്റ് നമ്മൾ പല വിധത്തിലുള്ള അനൗൺസ്മെന്റ്സ് കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്ന സമയത്ത് അവിടെ എന്താ ഓക്കെ ഈ പ്രോഗ്രാമിന് ഒരാളെ സ്റ്റേജിലേക്ക് നമ്മൾ വിളിച്ച് കയറ്റുന്നു, അല്ലെങ്കിൽ എന്താ ഒരു അവാർഡ് കൊടുക്കാൻ പോവാണ് അല്ലെ. സോ ആ അവാർഡ് കൊടുക്കാൻ സമയത്ത് എന്താ നമ്മൾ പ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരാളെ വിളിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് ആണ്. ഒരു കാര്യം ഇനോഗ്രേഷൻ, ഒരു ഭദ്രദീപം കൊളുത്താൻ തുടങ്ങുന്ന സമയത്ത് വേറൊരു അനൗൺസ്മെന്റ് ആണ്. ഇങ്ങനെയുള്ള അനൗൺസ്മെന്റ്സ് ഒക്കെ ഒരുപാട് ഡിഫറെന്റ് ആണ്. സോ നമ്മൾ ഇവിടെ ഈ ഒരു ലെസണിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താ അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. നിങ്ങൾക്ക് മിക്കവാറും ക്വസ്റ്റ്യനിൽ, മിക്കവാറും എന്നല്ല എന്തായാലും 99% നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരാൻ പോകാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് അനൗൺസ്മെന്റ്. ശ്രദ്ധിക്കടാ, ഏതൊരു അനൗൺസ്മെന്റ് എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ പേർപ്പസ്. ക്ലിയർലി ഡിഫൈൻ ദി പേർപ്പസ് ഓഫ് ദി അനൗൺസ്മെന്റ്. എന്താണ് ആ ഒരു അനൗൺസ്മെന്റിന്റെ പേർപ്പസ് എന്താണ് അല്ലെ. ഇപ്പൊ എന്താണ് പ്രോഗ്രാം, എന്താണ് എന്താ കേരള സാഹിത്യ അക്കാദമി നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ്, നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആനുവൽ ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ആളെ വിളിക്കുകയാണ് അല്ലെ. ഇപ്പൊ ഒന്നെങ്കിൽ എന്താ നമ്മുടെ മെയിൻ ചീഫ് ഗസ്റ്റ് ഉണ്ടാവും. ചീഫ് ഗസ്റ്റിനെ എന്തെങ്കിലും ഒരു കാര്യം എന്താ പറയാ അയാളെ ഓണർ ചെയ്യാൻ വേണ്ടി, അയാളെ ഒരു കാര്യത്തിന് അയാളെ ബഹുമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആദരിക്കാൻ വേണ്ടി വിളിക്കുകയായിരിക്കും. സോ ആ കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റിന് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയാണ്, ഒരു പ്രൈസ്, ഒരു പ്രൊഫിഷ്യൻസി പ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫിഷ്യൻസി പ്രൈസ് കിട്ടുകയാണ്. സോ അതിനു വേണ്ടി വെൽക്കം ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു വെൽക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ അനൗൺസ്മെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ആ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന മൊത്തമുള്ള ആൾക്കാർക്കും ഡിറക്ഷൻസ് കിട്ടുന്നത്. എന്താണ് നടക്കാൻ പോകുന്നത്, എന്തിനാണ് ഈ ഒരു കാര്യം നടക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. സോ പേർപ്പസ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഓഡിയൻസ് ആരൊക്കെയാണ്, ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ നല്ല പ്രായമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ഇപ്പൊ ഗവർണറും അല്ലെങ്കിൽ നമ്മുടെ ചീഫ് മിനിസ്റ്ററും ഒക്കെ വന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി ഇങ്ങോട്ട് കയറി വാടാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കയറി വാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല അല്ലെ. സോ നമ്മളെ ഓഡിയൻസിനെ മനസ്സിൽ വെക്കണം. അങ്ങനെയുള്ള ഓണറബിൾ ആയിട്ടുള്ള ഡിഗ്നറ്ററീസ് ഒക്കെ ഉള്ള ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. സോ നിങ്ങളെ ഓഡിയൻസിനെ മൈൻഡിലേക്ക് വെക്കണം. അതേപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ വിചാരിക്കുക ഇപ്പം ഇങ്ങനെയൊന്നും ഇല്ല, ഭയങ്കര ഇൻഫോർമൽ ആയി നിങ്ങളുടെ ഫ്രണ്ട്സും കസിൻസും മാത്രമുള്ള ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഈ ഒരു അടിച്ചു കയറി വാ ഒക്കെ പറയാൻ വേണ്ടി ഇപ്പൊ കഴിയും അല്ലെ. സോ നിങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിൽ വെക്കണം. ക്ലാരിറ്റി, യൂസ് സിമ്പിൾ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് ടു എൻഷുർ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് സിമ്പിൾ ആയിരിക്കണം, അതുപോലെ കൺസൈസ് ആയിരിക്കണം. ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം അത് പറയാൻ വേണ്ടി കഴിയണം. എന്ത് അനൗൺസ്മെന്റ് ആയിരിക്കണം അത് പറയാൻ വേണ്ടി കഴിയണം. പിന്നെ ബ്രെവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് BRIEF, ബ്രീഫ്, ചുരുക്കി പറയാ എന്നുള്ളതാണ്. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് ടു ദ പോയിന്റ്. എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് മാത്രം അതിലൂടെ പറയാം. അതായത് നിങ്ങൾ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കണം, ഓക്കെ ഇന്ന സംഭവമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അത് മറന്നു പോകരുത്. സോ ആ ബ്രെവിറ്റി കീപ്പ് ചെയ്യണം, ഷോർട്ട് ആക്കി വെക്കണം. പിന്നെ കീ ഡീറ്റെയിൽസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മറന്നു പോകാൻ പാടില്ല. അതായത് ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഒരു ഭദ്രദീപം കൊളുത്താൻ വേണ്ടിയിട്ട്, അതായത് ഒരു വിളക്ക് കണ്ടിട്ടില്ല, ആ വിളക്ക് കൊളുത്താൻ വേണ്ടി വിളിക്കുകയാണെന്ന് നിങ്ങൾ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ആ സമയത്ത് എന്താണ് ഏറ്റവും അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ നിങ്ങൾ ക്ഷണിക്കണം അല്ലെ. ഒരു 5 പേരാണ് തിരിയിട്ടെന്നുണ്ടെങ്കിൽ ആ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ആളെ നിങ്ങൾ ആ വിളക്കിന്റെ അടുത്തേക്ക് ഓരോരുത്തരെ പറഞ്ഞ് ക്ഷണിക്കണം. അല്ലാതെ എല്ലാരും ഇങ്ങോട്ട് ഓടി വന്നെന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും ഒക്കെ അറിയോ ആരാണ് വരേണ്ടതെന്നുള്ളത്. സോ ഡിറക്ഷൻസ് ക്ലിയർ ആയിരിക്കണം. ഇൻക്ലൂഡ് എസെൻഷ്യൽ ഡീറ്റെയിൽസ്, നെയിം, പേര്, അച്ചീവ്മെന്റ്. ഇപ്പൊ ഒരു അവാർഡ് ആണെന്നുണ്ടെങ്കിൽ
എന്ത് അച്ചീവ്മെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഒരു ഓസ്കർ അവാർഡാണ്, അല്ലെങ്കിൽ എന്താ പറയാ ഫിലിം ഫെയർ അല്ലെ, ഫിലിം ഫെയർ അവാർഡാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അവാർഡ്, ഇപ്പൊ നിങ്ങൾ അവാർഡ് ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിട്ടില്ലേ, ഓരോ കാറ്റഗറി, ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് ഇൻ സപ്പോർട്ടിംഗ് റോൾ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പറയൂലേ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത്. സോ അത് ഓർക്കുക. അതേപോലെ ഒക്കേഷൻ, എന്ത് പ്രോഗ്രാം ആണെന്നുള്ള ഓർക്കുക. അടുത്തത് സീക്വൻസ് ആണ്. അതായത് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഓർഡർ വേണം കാര്യങ്ങൾ പറയുന്നതിന് അല്ലെ. ഒരു ഓർഡർ വേണം, ഒരു എന്താ പറയാ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയല്ല, ഒരു കൃത്യമായ ഒരു ഓർഡർ വേണം. ഇനി മക്കളെ, നമുക്ക് ആ സെൽമ ലെഗലോഫിന്റെ നോബൽ പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അനൗൺസ്മെന്റ് നമുക്ക് നോക്കിയാലോ. നോക്കേ, മിസ് ആദ്യം വായിച്ചുതരാം. Good evening, ladies and gentlemen. Today we have gathered here to honor a remarkable writer, Selma Lagerlöf, who has won the Nobel Prize in Literature. She is the first woman to achieve this prestigious honor. Selma's stories have captivated readers around the world with their beauty and wisdom. Her books like Jerusalem and The Wonderful Adventures of Nils take us on journeys through Sweden's landscapes and explore what it means to be human. She has now become a great inspiration for all the women around the globe. Ladies and gentlemen, please put your hands together for a loud round of applause for our star of the evening, Selma Lagerlöf, onto the stage as we celebrate her outstanding achievement and present her with the Nobel Prize in Literature. കണ്ടോടാ, ഇങ്ങനെയാണ് നമ്മളൊരു അനൗൺസ്മെന്റ് അല്ലെ, ഒരു പ്രൈസ് കൊടുക്കാനുള്ള അനൗൺസ്മെന്റ് എഴുതുക. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അല്ലെ, ആ ഒരു സമയം പറഞ്ഞ് നമ്മൾ അഡ്രസ് ചെയ്യാണ്. പിന്നെ പേർപ്പസ് അല്ലെ, എന്താണ് കാര്യം. ടുഡേ വി ഹാവ് ഗാദേർഡ് ഹിയർ ടു ഓണർ റിമാർക്കബിൾ റൈറ്റർ സെൽമ ലെഗലോഫ്. എന്താണ്, ആ ഒരാളെ ഓണർ ചെയ്യാൻ, അയാളെ ആദരിക്കാൻ വേണ്ടിയാണ് അവിടെ കൂടിയിട്ടുള്ളത്. ഹു ഹാസ് വൺ ദി നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. നോബൽ പ്രൈസ് നേടിയിട്ടുള്ള സെൽമ ലെഗലോഫിനെ ആദരിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അവിടെ പേർപ്പസ്, എന്താണ് ഉദ്ദേശം എന്നുള്ളത് ക്ലിയർ ആക്കണം. ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ. അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറയാനുണ്ടെങ്കിൽ അത് പറയാം. ഇവിടെ എന്താണ്, ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ടു അച്ചീവ് ദി പ്രസ്റ്റീജിയസ് ഓണർ. ഇല്ല, ഈ ഒരു ഓണർ നേടിയിട്ടുള്ള എന്താ ആദ്യത്തെ സ്ത്രീയാണ് സെൽമ ലെഗലോഫ്. പിന്നെ ഈ ഒരു പാരഗ്രാഫില് നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും കീ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ സെൽമ ലെഗലോഫ് എന്താണ്, അവരെഴുതിയ ബുക്സിനെ കുറിച്ച്, ദ ജെറുസലേം, അതുപോലെ ദ വണ്ടർഫുൾ അഡ്വഞ്ചേഴ്സ് ഓഫ് നീൽസ്, ഇങ്ങനെയുള്ള ബുക്സിനെ കുറിച്ചൊക്കെ അറിയാം. അതെന്താണ്, സ്വീഡനിലെ ലാൻഡ്സ്കേപ്പ്, സ്വീഡനിലെ പ്രകൃതി ഭംഗിയെ കുറിച്ച് അല്ലെങ്കിൽ ഭൂപ്രകൃതികളെ കുറിച്ച് പറയുന്ന ഒരു എന്താ പറയാ വർക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഫൈനലി എന്ത് ചെയ്യാ, പിന്നെ നമ്മൾ ആ ഒരു അനൗൺസ്മെന്റ് ആണ് അല്ലെ, അവർ സ്റ്റേജിലേക്ക് വിളിക്കാൻ വേണ്ടി പോവാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോഡ്സ്. എന്താ പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് കൈയും കൂട്ടി അടിക്കാനാണ് അല്ലെ, അതായത് ക്ലാപ്പ് കൊടുക്കാണ്. ഫോർ എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോഡ്സ്. അപ്ലോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, കൈ അടിക്കടാ. യെസ്, കൈ അടിക്കാനാണ്. സോ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോഡ്സ് പറഞ്ഞാല് എല്ലാരോടും നന്നായിട്ട് കൈ അടിക്കാൻ വേണ്ടി പറയണ. ഫോർ എ സ്റ്റാർ ഓഫ് ദി ഈവനിംഗ് നമ്മുടെ ഈ ഒരു ഈവനിങ്ങിന്റെ സ്റ്റാർ അല്ലെ, ആരാണ് ആ സ്റ്റാർ? ആരാണ്? സെൽമ ലെഗലോഫ് ഓൺ ടു ദ സ്റ്റേജ്. കണ്ടോ അവിടെ പിന്നെയും കണ്ടോ, അവരെ സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കുകയാണ്. ആദ്യം ഈ പ്രോഗ്രാമിന്റെ പേർപ്പസ് എന്താണ് അല്ലെ, ടു ഓണർ എ റിമാർക്കബിൾ റൈറ്റർ. അതവിടെ പേർപ്പസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്താ, അവർക്ക് ഡിറക്ഷൻ കൊടുക്കുകയാണ്. ടു ഓണർ, അവരെ സ്റ്റേജിലേക്ക് അല്ലെ, ഓൺ ടു ദി സ്റ്റേജ്, സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ആസ് വി സെലിബ്രേറ്റ് ഹെർ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് ആൻഡ് പ്രസന്റ് ഹെർ വിത്ത് ദി നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അവർക്ക് നോബൽ പ്രൈസ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇതാണ് മക്കളെ എന്ത്, നമ്മുടെ ഒരു എന്താ പറയാ ഈ ഒരു അനൗൺസ്മെന്റിന്റെ ഒരു ഏകദേശം ഒരു ഫോർമാറ്റ്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ് ദി വീഡിയോ. അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഒരു അനൗൺസ്മെന്റ് എഴുതേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുണ്ടാവല്ലോ അല്ലെ. യെസ്, അപ്പൊ നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് ഒരു അനൗൺസ്മെന്റ് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് നല്ലൊരു അനൗൺസ്മെന്റിന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് വേറൊരു വീഡിയോയില് ഇനിയും കാണാം. ടിൽ ദെൻ ബൈ ബൈ.